മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി CK അസൈനാരെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി റിഹാനത്ത് ബീവിയെയും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി UK മഞ്ജുഷയുമാണ് തെരഞ്ഞെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വരണാധികാരിയായ നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. വള്ളുവങ്ങാട് ഡിവിഷൻ അംഗമാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട CK അസൈനാർ. വികസന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയിലൂടെ മുന്നോട്ടു പോകുമെന്ന് ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞു. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ ബ്ലോക്കിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒട്ടനവധി വികസന കാഴ്ചപ്പാടുകൾ നേരത്തെയുള്ള ഭരണസമിതി കണ്ടെത്തി തുടക്കം കുറിച്ച് ഏകദേശം ഒക്കെ പൂർത്തീകരിച്ചു. ഇനി ബാക്കിയുള്ളവ കൂടി കണ്ടെത്തണം. വികസനക്കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ വികസന കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറവുകൾ അല്ല, ഇനിയും ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആവശ്യമുണ്ട് എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അത് നമ്മുടെ സ്പോർട്സ് മേഖലകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ നമ്മളെ ചിന്തയും മനസ്സും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറ്റാവുന്ന രീതിയിലെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കണമെന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വെട്ടിക്കാട്ടരി ഡിവിഷൻ അംഗമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായ റിഹാനത്ത് ബീവി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ എല്ലാവിധ സഹായങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ഞാൻ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വെട്ടിക്കാട്ടരി ഡിവിഷനിൽ നിന്നാണ് വണ്ടൂർ ബ്ലോക്കിലേക്ക് മത്സരിച്ച് 3527 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വന്നത്. ഇന്നിവിടെ തിരഞ്ഞെടുത്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടാണ് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ മേഖലയിൽ എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന്. തൃക്കലങ്ങോട് ഡിവിഷൻ അംഗമാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായ UK മഞ്ജുഷ. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകി മുന്നോട്ടു പോകുമെന്ന് അവർ പറഞ്ഞു. ഇപ്പം പുതിയൊരു ദൗത്യം പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. ഇതിന് മുമ്പ് ഈ ഒരു ഭരണസമിതി നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരു ക്ഷേമകാര്യത്തിൽ നമ്മുടെ SC പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ക്ഷേമ പരിപാടികൾ, ഇങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ഇവിടെ നമ്മുടെ തെറാപ്പി സെൻറ്റർ ഇതൊക്കെ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഒരു ഭരണസമിതി ഒറ്റക്കെട്ടായി തന്നെ. ചുമതലയേറ്റ 3 പേർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ BDO AJ സന്തോഷ്, മറ്റ് ബ്ലോക്ക് ഉദ്യോഗസ്ഥർ എന്നിവർ അഭിനന്ദനങ്ങൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.